ആയത്തുൽ കുർസി ഓതി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ വിശിഷ്ടനാമം അൽ ഇസ്മുൽ ആലം ഈ ആയത്തുൽ കുർസിയിൽ അടങ്ങിയിരിക്കുന്നുവെന്നതാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയ്ക്കുത്തരം ലഭിക്കാൻ അത്യുത്തമമാണ് ആയത്തുൽ കുർസി. അതിലെ അൽ ഹയ്യ് അൽ ഖയ്യൂം എന്നിവയാണ് അൽ ഇസ്മുൽ ആലം എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രവാചകന്മാരെല്ലാം പ്രാർത്ഥിച്ചിരുന്നത് ഈ ഇസ്മുകൾ ഉരുവിട്ടുകൊണ്ടായിരുന്നു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് കാണാം, ബദർ യുദ്ധത്തിൻ്റെ തലേ ദിവസം രാത്രി ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശ്രദ്ധിച്ചു. അവിടുന്ന് സുജൂദിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, യാ ഹയ്യു യാ ഖയ്യൂം. ധാരാളം തവണ അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉരുവിട്ടുകൊണ്ടേയിരുന്നു. എനിക്കത് കേൾക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് അലി റളിയല്ലാഹു അൻഹു പറയുന്നതായി തഫ്സീറുർ റാസിയിൽ നമുക്ക് കാണാൻ സാധിക്കും.